അനധികൃതമായിട്ട് എന്റെ വായിക്കകത്ത് നുഴഞ്ഞു കയറി സ്ഥാനം ഉറപ്പിച്ച ഒരു പല്ലിനെ ഞാൻ യാതൊരു ദാക്ഷിണ്യമില്ലാതെ പറിച്ചു കളഞ്ഞിട്ടുണ്ടേ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കടുപ്പമായിരുന്നു. പ്രത്യേകിച്ചൊന്നും കഴിക്കാതെ തന്നെ എന്റെ ഒരു ഭാഗത്തെ കവിള് മാത്രം നല്ല രീതിയിൽ തൊടുത്ത് അങ്ങ് നീര് വെച്ച് വണ്ണം വെച്ചു. അതിന്റെ കൂടെ നല്ല അടിപൊളി പല്ലുവേദനയും. പല്ലെടുക്കാനുള്ള ഡേറ്റ് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് എന്റെ അമ്മയെ ഞാനിങ്ങ് വരുത്തി. ചെറിയൊരു ധൈര്യക്കുറവ് അതൊന്ന് നികത്താൻ വേണ്ടി മാത്രം. ഇന്നലെ വൈകിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറും കിട്ടിയ മീനും കണ്ടിച്ച് വെച്ച് കുറച്ച് അച്ചാറും ഇട്ട് വെച്ചിട്ടാണ് അമ്മ വീട്ടിലോട്ട് പോയത്. രാവിലെ പിന്നെ അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്ക് എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും ഉണ്ടായിരുന്നു. സമ്മതിക്കൂലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഓഫായ തക്കം നോക്കി ഇവിടെ എന്റെ കെട്ടിയും പോയി താടിയും മുടിയൊക്കെ കളഞ്ഞിട്ട് വന്ന് നിപ്പുണ്ട്. പ്രേമത്തിലെ നിവിൻപോളിയെ പോലെ വീട്ടിൽ നിറങ്ങിപ്പോയ മനുഷ്യനെ ഇപ്പൊ ചില നേരത്ത് ഫ്രണ്ട്സിലെ ജയറാമായിട്ടും ചില നേരത്ത് കുഞ്ഞിക്കൂനുള്ള വാസോണ്ടനായിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇലയൊക്കെ വാട്ടി അതിനകത്തൊരു നല്ല ചൂട് ചോറും ബീൻസ് മെഴുക്കുരുട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും അച്ചാറും ഒക്കെ വെച്ച് ഒരു പൊതിച്ചോറും അങ്ങ് സെറ്റാക്കി എടുത്തു. തിന്നാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലെങ്കിലും കൂട്ടത്തിൽ എനിക്കും കൂടെ ഞാനൊരു പൊതിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഏട്ടനും മോളും പോയ ശേഷം കുറച്ചു നേരം ഞാനിരുന്ന് പഠിച്ചു. അപ്പൊ ഓക്കെ ബൈ.